ബെല്ലടിച്ച് ഞാനാ. വാതിൽ തുറന്ന ഉടനെ എന്നെ കണി കാണണ്ടെന്ന് കരുതി കൊഞ്ചം മാറി നിന്നതാ. ഞാൻ സെക്യൂരിറ്റി, മലയാളിയാ. പാല് സാധാരണമാ പാൽ പാക്കറ്റ് ഞാനിവിടെ വെച്ചിട്ട് പോകും. എന്താ മേഡത്തിന്റെ പേര്? ജ്യോതി. ഞാൻ കേൾക്കുമ്പോഴെല്ലാം നാട്ടിൽ പൊണ്ണു പാത്തിട്ടിருக்கு എന്ന് പറയും. ഇതെന്നോട് പറഞ്ഞതേ ഇല്ല. നാടെവിടെയാ? നാട് ആലുവക്കടുത്താ. എന്റെ വീട് മാടായി. വീട് മാടായോ? വീട് മാടായതല്ല, എന്റെ വീട് കണ്ണൂർ ജില്ലയിൽ മാടായി എന്ന സ്ഥലത്താ. ഞാൻ പണ്ടിവിടെ മലയാള പടത്തിൽ നടിക്കാൻ വന്നതാ. എന്നിട്ട് അങ്കിയെല്ലാം മുഖം കാണിച്ചു. ഓടയിൽ നിന്ന് പടത്തില് സത്യമാഷ് റിക്ഷാവണ്ടി ഒറ്റക്കാലം കൊണ്ട് ഇങ്ങനെ തട്ടി ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ഒരു ബീഡി കത്തിക്കണ സീനുണ്ട്. ആ ബീഡി ഞാൻ കൊടുത്തതാ. ഓ അരുണാചല സ്റ്റുഡിയോ പ്രൊഡക്ഷൻകാര് സമയത്തിന് ബീഡി എത്തിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തു. സത്യമാഷ് എന്നാ നടിപ്പ്! ഇപ്പോഴും ടി വിയിൽ ഓടയിൽ നിന്ന് വരുമ്പോ എന്റെ ആ ബീഡി ഞാനിങ്ങനെ നോക്കും. എനിക്ക് റെഡി ആവണം ഓഫീസിൽ പോകാൻ. ഓ ശരി ശരിയല്ലേ. ഓ അയ്യോ, വരണു. വൺ സെക്കൻഡ്. കമ്മിങ്. ഹായ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. രാവിലെ ചായ കുടിക്കുന്ന പതിവുണ്ടെങ്കിൽ ഇത് കുടിച്ചോളൂ. അയ്യോ, ഇതാരാ ഉണ്ടാക്കിയത്? ഐ എം സോറി ട്ടോ. ഞാൻ എപ്പോഴും എഴുന്നേക്കുന്നത് ലേറ്റ് ആയിട്ടാ. ഒരു ഗസ്റ്റ് വന്നിട്ട് തന്നെത്താൻ ചായ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ചേച്ചേ. ഇറ്റ്സ് ഓക്കേ. ഗ്യാസ് ഉണ്ടായിരുന്നോ? ഓ, മിനിഞ്ഞാന്നേലെ സിലിണ്ടർ കൊണ്ട് വെച്ചായിരുന്നു. ഉറക്കം സുഖായോ അതോ? നല്ല കാര്യായി. ഹോസ്റ്റൽ മേറ്ററിന്റെ ഓഫീസ് റൂമിലെ അലമാരകൾക്കിടയിൽ കിടന്ന ഞാൻ അതോർക്കും ഇത് സ്വർഗമാണ്. എന്റെ കൂർക്കമ്പലി കേട്ടതേയില്ല. ഭാഗ്യം. എത്ര ഈ ഫ്ലാറ്റിന് വാടക? അത് മെയിന്റനൻസ് വാട്ടർ ഒക്കെ കൂടി ഒരു 3000 വരും. അത് കൂടുതലല്ല. ഒട്ടും കൂടുതലല്ല. ഇതും പോളേറ്റിനെ ഒപ്പിച്ചു തന്നത്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഒറ്റയ്ക്കൊരാണിനും ഇവിടെ വീട് പലരും വാടകയ്ക്ക് കൊടുക്കാറില്ല. കഷ്ടം. സിറ്റിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഡൽഹിയും ബോംബെയൊന്നും ഇത്ര കൺസർവേറ്റീവ് അല്ല കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞ റാമിന് വിഷമം തോന്നൂ? വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞ ആർക്കും വിഷമം തോന്നും. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം. അതെ, ഞാൻ റാമിന് 1500 രൂപ തരട്ടെ. ഒരു ദിവസം ഇവിടെ താമസിച്ചതിന് ഞാൻ ജ്യോതിയുടെ കയ്യിൽ നിന്ന് 1500 രൂപ വാങ്ങുകയെ. സ്റ്റാർ ഹോട്ടലുകാർ വാങ്ങുന്ന കാശ് ഞങ്ങൾ അത്രക്കാരല്ല കേട്ടോ. അതല്ല, ഞാൻ ജ്യോതിക്കറിയോ, നാട്ടിൻപുറത്ത് ഞങ്ങളുടെ വീട്ടില് മണ്ഡലക്കാലത്ത് ഉൾപ്രദേശങ്ങളിൽ നിന്ന് അയ്യപ്പന്മാര് വന്ന് വിരി വെക്കും. ഞങ്ങൾ അവർക്ക് ഫുഡും കൊടുക്കും. പക്ഷെ താമസത്തിനോ ഫുഡിനോ ഒറ്റ പൈസ പോലും ഞങ്ങൾ വാങ്ങാറില്ല. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പറയുന്ന കേൾക്കൂ റാം. പറയൂ. 2-3 മാസം കഴിഞ്ഞാ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടും. അതിനിടെ വീണ്ടും ഒരു നാടകം. പിടിക്കപ്പെട്ടാൽ വീണ്ടും ഇതുപോലെ തന്നെ ഇറക്കി വിടുക. അത് മാത്രമല്ല, പുതിയ സ്ഥലത്ത് എന്തൊക്കെ പുതിയ പ്രോബ്ലംസ് ഉണ്ടാവാന്ന് ആർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാസത്തിൽ 3000ന്റെ പകുതി 1500 ഞാൻ റാമിന്. അയ്യോ, അത് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഹിയർ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇവിടുത്തെ താമസക്കാരാണെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രോബ്ലം ഇല്ല. അത് ഇതൊക്കെ ഒരു നിമിത്തമാണ് റാം. ട്രെയിനിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തില്ലേ? ഇന്നലെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലേ? വല്ല കുഴപ്പമുണ്ടായോ? അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ, അത്രയല്ലേ ഉള്ളൂ. റാമിന്റെ പ്രൈവസിക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവുമെങ്കിൽ? നോ 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 നോ, അതല്ല. നോക്കു ജ്യോതി, വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബാച്ചിലർ ലൈഫാണ് എൻ്റേത്. ദാ ഇതുപോലെയൊക്കെ അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. കുറച്ച് ദിവസമാണെങ്കിലും ജ്യോതി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. എന്റെ ബുദ്ധിമുട്ട് വിട്ടേക്ക്. ഫ്ലാറ്റിന് 2 കീയില്ലേ? കീ 3 ഉണ്ട്. പിന്നെന്താ, റാമിന് ഇഷ്ടമുള്ളപ്പോ വരുവോ പോവോ ഒക്കെ ചെയ്യാലോ. ബുദ്ധിമുട്ടാവൂ റാം? വീട്ടിൽ വന്നൊരു അതിഥിയെ ഇറക്കി വിടുന്ന പാരമ്പര്യം അല്ലല്ലോ ഞങ്ങളുടേത്. ഓ, താങ്ക് യു വെരി മച്ച്.
ഫർണിച്ചർ ഷെയർ ചെയ്യുന്നോണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കാവുന്നതാണ്. കുക്കിങ്ങിനൊക്കെ ഇപ്പൊ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. ഇവിടുത്തെ ജോലിക്കാരികൾക്കൊന്നും ഒരു വൃത്തിയും വെടിപ്പില്ല. പക്ഷെ അവരുടെ മനസ്സ് നല്ലതാ. മനസ്സുകൊണ്ടാണോ കുക്ക് ചെയ്യുന്നത്? ജ്യോതിക്ക് എവിടെ നിന്ന് കിട്ടി ഹ്യൂമർ സെൻസ്? ഹ്യൂമർ അല്ല, കാര്യം പറഞ്ഞതാ. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടാ ചുമ്മാ ലോണ്ടറിക്കാരന് കാശ് കൊടുക്കുന്നത്. ഏതായാലും എല്ലാം ഷെയറിംഗ് അല്ലേ. അടുത്തൊരു മാസം വേണമെങ്കിൽ ബെഡ്റൂം ജ്യോതി ഉപയോഗിച്ചു. ഞാനത് എങ്ങനെ പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബെഡ്റൂമിൽ കിടക്കുന്നതാ എനിക്കിഷ്ടം. പക്ഷെ കട്ടിലും കിടക്കുക എന്റെയാ. അതിന് വാടക എക്സ്ട്രാ തരാം. ദേ എന്നെ അത്ര വലിയ ഷൈലോക്ക് ആക്കണോ? റാമിന്റെ ഇഷ്ടം. എന്റെ അച്ഛൻ ആർമിയിൽ കേണലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആർമിക്കാരുടെ സ്ട്രിക്ട്നെസ് അറിയാലോ. അത് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി സ്ട്രിക്ട്നെസ് ഓവറായിട്ട് എന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കുവോ? ആ നന്ദികേട് ഞാൻ കാണിക്കില്ല. അതെ, ഒരു ദിവസം മുഴുവൻ സോപ്പ് പൊടിക്കാത്ത കിടന്നതാ. പിന്നെ ഇട്ട് കൂന്ന് കാണിച്ചോണ്ടിരുന്നത് കീറിപ്പോവും. ഇനി കൊണ്ടുവന്നേ, ഞാൻ അലക്കി തരാം. ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. അയ്യേ, എന്റെ ഡ്രസ്സിൽ ഞാൻ വാഷ് ചെയ്തോളാം. ഇതെന്താ? വവ്വാലോ? യെസ്. ഹായ്. ആ ദേ, ഞങ്ങളുടെ ഓഫീസിൽ കൽക്കത്തയിൽ നിന്ന് ഒരുത്തൻ സ്ഥലം മാറി വന്നിട്ടുണ്ട്. അവന്റെ കോമഡി കൊണ്ടുള്ള ആക്രമണം സഹിക്കാൻ വയ്യ. കോമഡി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. നമ്മുടെ പഴയ സർദാർജി ജോക്സില്ലേ, അതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് ഹൊറിബിൾ. ഇതാരുടെ ഫോട്ടോസ്? ഓ, പെമ്പിള്ളേരുടെ ആണല്ലേ? ഈ ആഴ്ച അമ്മ അയച്ചു തന്ന ജാതകപ്പൊരുത്തമുള്ളവരുടെ രണ്ടാമത്തെ സെറ്റ് ഫോട്ടോസാ. ഓ, അത് ശരി. ഈ കുട്ടി ഓവർ ഇന്റലിജന്റാ. റാമിനെ വിഴുങ്ങിക്കളയും. ഞാനെന്താ മണ്ടന എന്ന് ഞാൻ പറയില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ആ കൂട്ടത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്. അതേതാന്ന് പറ. ഇത് തനി കഥകളി രൂപം. ഇതല്ല. ഓ, ഇത് നോൺ സ്റ്റോപ്പ് കോൺവെർസേഷൻ പാർട്ടി വായാടി. യെസ്, ഇതാണ് റാമിന് ഇഷ്ടപ്പെട്ട ആള്. ഓ, ജ്യോതി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മൈൻഡ് റീഡിംഗ് എക്സ്പെർട്ടാ ഞാൻ, അറിയോ? പക്ഷെ റാം, ഞാൻ വോൺ ചെയ്യുന്നു, ഈ കുട്ടി ഭയങ്കര പ്രശ്നക്കാരിയായിരിക്കും. എന്നുവെച്ചാ ഈഗോ, താങ്ങാൻ വയ്യാത്ത ഈഗോ. റാമിനെ പോലെ ഒരു പാവം പൂച്ചക്കുട്ടി പെണ്ണാ നല്ലത്. എന്നെ പോലെ ഒരെണ്ണം. ഇതൊക്കെ ഇന്ന് തന്നെ തിരിച്ചയച്ചോളൂ. റിജക്റ്റഡ്.